ഹായ്, എൻ്റെ പേര് അശ്വിൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. One nation, one election. Here in India, the rumour mills are buzzing. There is talk of one nation, one election. The government of Prime Minister Narendra Modi has called for a special parliament session. I was not expecting this. അതെ, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 1, 2023 മുൻ ഇന്ത്യൻ പ്രസിഡന്റായ രാംനാഥ് കോവിന്ദിന്റെ ലീഡർഷിപ്പിൽ ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഭരണപക്ഷത്തോട് വളരെയധികം ദേഷ്യമാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് എന്താണെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ആ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും പുറത്ത് പറഞ്ഞിട്ടുമില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഭരണപക്ഷത്തുള്ള BJP ഗവൺമെൻറ് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു അജണ്ട അല്ലെങ്കിൽ ഈ ഒരു പോളിസി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, 2024 ലോക്സഭാ എലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇന്ത്യയിൽ പലതരം ഫയർ ആയിട്ടുള്ള പല അപ്ഡേറ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു അജണ്ടയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും അതുപോലെ തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുമോ ഉള്ള കാര്യങ്ങളാണ്. അതായത് 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എന്താണ് ഈ വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ചും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ജനങ്ങൾക്കും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും സംഭവിക്കാം. മൂന്നാമത്തത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുമോ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ തംസ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ വെക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ എന്താണ് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്നത്? ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പ്രധാനമായും 3 എലക്ഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് പഞ്ചായത്ത് ഇലക്ഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ, അതുപോലെ തന്നെ ലോക്സഭ ഇലക്ഷൻ. അതിൽ ലോക്സഭ ഇലക്ഷനാണ് 2024, അതായത് അടുത്ത വർഷം ഏപ്രിൽ മാർച്ചോടുകൂടി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 5 വർഷം കൂടുമ്പോഴും, അതായത് 5 വർഷം ടെന്യൂർ കഴിയുമ്പോൾ ഇതൊരു സൈക്കിൾ പോലെ വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. പക്ഷേ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ 3 എലക്ഷൻസും 3 സമയത്താണ് നടക്കുന്നത്. ഒന്നാമത്തെ പഞ്ചായത്ത് ഇലക്ഷൻ 5 വർഷം കഴിയുമ്പോൾ അത് നടക്കും. ഇപ്പോൾ 2022 കേരളം, തമിഴ്നാട് പോലെയുള്ള പല സംസ്ഥാനത്തും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീൻ്റെ എലക്ഷൻ നടന്നത്. ഇനി 2026 ആകുമ്പോഴോ അടുത്ത എലക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് കർണാടക എലക്ഷൻ നടന്നത്. കാരണം അവിടെ 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഓരോ 5 വർഷം കഴിയുമ്പോഴും ഇങ്ങനെ ഓരോ സ്റ്റേറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റൊരു എലക്ഷൻ നടക്കും. അതായത് ഇപ്പോൾ 2026 നടക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടക്കും, ലോക്സഭ ഇലക്ഷനും നടക്കും, പഞ്ചായത്ത് ഇലക്ഷനും നടക്കും. ഇതിൽ പഞ്ചായത്ത് ഇലക്ഷൻ മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നില്ല, പക്ഷെ മറ്റ് 2 വലിയ അസംബ്ലി ഇലക്ഷൻസും ആ ഒരു സമയത്ത് നടക്കുന്നതാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഒരു വോട്ടറാണെന്ന് തിങ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു സമയത്ത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് MP-ക്കും വോട്ട് ചെയ്യാം, അതുപോലെ തന്നെ MLA-ക്കും വോട്ട് ചെയ്യാം. പിന്നെ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് വോട്ടിംഗ് സെൻറ്ററിലോട്ട് പോയാൽ മതി. അതായത് 2 വർഷം കൂടുമ്പോൾ അടുത്ത ഇലക്ഷൻ വരും എന്ന് നിങ്ങൾക്ക് ഒരിക്കലും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു വർഷം നിങ്ങൾ പോയി വോട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത 5 വർഷത്തേന് നിങ്ങൾക്ക് ഒരു വോട്ടിങ്ങും ഉണ്ടാവില്ല. അതായത് ഓരോ 5 വർഷം കൂടുമ്പോഴും ജനങ്ങൾക്ക് ഒറ്റവട്ടം വോട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒറ്റവട്ടം തിരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സും അതുപോലെ തന്നെ ലീഡേഴ്സ് എല്ലാം തന്നെയായിരിക്കും അടുത്ത 5 വർഷവും ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഇതിനു മുമ്പും, അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുമ്പോഴും ഈ ഒരു പ്രൊസീജിയർ തന്നെയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 1951-52 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോഴും ഇത് തന്നെയായിരുന്നു നടത്തിയത്. അതായത് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനും അതുപോലെ തന്നെ ലോക്സഭ ഇലക്ഷനും ഒരുമിച്ചാണ് കണ്ടക്ട് ചെയ്തത്. അങ്ങനെ 1951 തൊട്ട് 67 വരെ ഇത് തന്നെയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് മാറി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 1972 നടക്കുന്ന ആ ഒരു ഇലക്ഷൻ
മുന്നോട്ട് വെച്ച് നടത്തി. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുകയെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിൽ മൊത്തം ഇലക്ഷൻ നടക്കുന്നു, എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ഈ ഒരു 5 വർഷം കംപ്ലീറ്റ് ആവാത്ത മുമ്പ് തന്നെ ഇവരുടെ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഇൻസ്റ്റബിലിറ്റി വന്നു, അതായത് ഭൂരിപക്ഷം ഇല്ലായോ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഇവർക്കൊരു നോ കോൺഫിഡൻസ് മോഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായി പോലും നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ BJP സർക്കാരിനെതിരെയും നോ കോൺഫിഡൻസ് മോഷൻ വന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു ഗവൺമെൻറ് ഡിഫീറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരും. അതായത് ആ ഒരു ഇലക്ഷൻ മൊത്തം ക്യാൻസൽ ചെയ്ത് പുതിയതായിട്ട് ഒരു ഇലക്ഷൻ നടത്തുന്നതായിട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഡീലിങ്ക് ചെയ്യപ്പെട്ടത്. അതായത് ഇങ്ങനെ ഓരോ വട്ടവും ഇലക്ഷൻ നടക്കുമ്പോൾ ഇപ്പോൾ പാർലമെൻറ്റിൽ ഇപ്പോൾ മോഡി ഗവൺമെൻറ്റിനെതിരെ കൊണ്ടുവന്ന നോ കോൺഫിഡൻസ് മോഷനിൽ മോഡി ഗവൺമെൻറ് തോറ്റിരുന്നു എന്നുണ്ടെങ്കിൽ അവർ താഴെ പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഇന്ത്യ നടക്കുകയാണെങ്കിൽ അവർക്ക് മാത്രം ഇലക്ഷൻ വെച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ 1 നേഷൻ 1 ഇലക്ഷൻ വരികയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തമായിട്ടും ഇലക്ഷൻ നടത്തണം. ഇതുകൊണ്ടാണ് 1967-72 കാലഘട്ടങ്ങളിൽ ഇതിനെ മൊത്തം ഡീലിങ്ക് ചെയ്ത് ഓരോ സംസ്ഥാനത്തിനും ഓരോ ടൈമിലായിട്ട് ഇലക്ഷൻ നടക്കുന്നത്, അതായത് 5 വർഷം കൂടുമ്പോൾ. അപ്പോൾ ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു അജണ്ടയും കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഗുണങ്ങൾ നോക്കാം. അതായത് ഒന്നാമതാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. അതായത് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്താണെന്നറിയാത്തവർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വെക്കാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വെക്കാം. അന്ന് തൊട്ട് തന്നെ ബാക്കി എത്ര ദിവസമുണ്ടോ ആ ഒരു ദിവസങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് പോലും കേരളത്തിന് വേണ്ടി ഒരു പുതിയൊരു പ്രോജക്റ്റോ അല്ലെങ്കിൽ പുതിയൊരു പദ്ധതികളോ റോഡോ അങ്ങനെ ഒന്നും തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. അതായത് അവർ അടുത്ത ഇലക്ഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയാനല്ലാണ്ട് പുതിയ ഒരു പ്രോജക്റ്റും അവിടെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 2019 മാർച്ച് 10-നാണ് ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നത്. അതായത് എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് 23-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ അതായത് ഈ ഒരു കാലയളവിൽ ഒരു പ്രോജക്റ്റും ഇന്ത്യൻ ഗവൺമെൻറ് ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു സ്റ്റേറ്റിന് വേണ്ടി അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഇപ്പോൾ കഴിഞ്ഞ കർണാടക ഇലക്ഷൻ എടുത്തു നോക്കുക. അതായത് മാർച്ച് 29-നാണ് ഇലക്ഷൻ അനൗൺസ്മെൻറ്റ് അനൗൺസ് ചെയ്തത്. ആ ഒരു ദിവസം തൊട്ട് മെയ് 13-ാം തീയതി വരെ ഒരു തരത്തിലും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കർണാടകയ്ക്ക് വേണ്ടി ഇന്ന പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുമെന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒന്നും തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ഇതുകൊണ്ട് തന്നെ ഏകദേശം ആ ആദ്യത്തെ കാലയളവിൽ 2.5 മാസവും അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ 1.5 മാസവും കൂടെ ടൈം അവിടെ പോയി. അപ്പോൾ ഈ ഒരു ടൈം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4 മാസം അതായത് ഒരു ആവശ്യവുമില്ലാതെ ഈ ഇലക്ഷന് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രോജക്റ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇലക്ഷൻ കമ്മീഷൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ അവസാന സമയത്ത് ഞങ്ങൾ ഇന്ന സംഭവം തരാം എന്ന് പറയുമ്പോൾ അതായത് ഒരു പ്രോജക്റ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ വോട്ടെല്ലാം തന്നെ ആരാണോ റൂളിംഗ് പാർട്ടി അവർക്ക് പോകുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതുകൊണ്ടാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ആദ്യം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് വരികയാണെങ്കിൽ 5 വർഷത്തിൽ ഒരു വട്ടം മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് കുറേയധികം സമയം ഇതിൽ നമുക്ക് ലാഭപ്പെടുത്താം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എല്ലാം തന്നെ പെട്ടെന്ന് വളരാൻ സാധിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാന കാരണം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ഉദാഹരണത്തിന് 2019 ലോക്സഭ ഇലക്ഷൻ നടന്നു. ആ ഒരു ഇലക്ഷന് വേണ്ടി ഏകദേശം 69,000 കോടി രൂപയാണ് ചെലവാക്കിയത്. അതായത് ഇത് ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല ചെലവാക്കുന്നത്, ഇത് പൊളിറ്റിക്കൽ പാർട്ടീസും കാൻഡിഡേറ്റ്സും എല്ലാവരും കൂടെ ചേർത്തിട്ടാണ് ഏകദേശം 69,000 കോടി രൂപയോളം ചെലവാക്കി. അതായത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെലവാക്കിയ ഒരു ഇലക്ഷനും ഈ 2019 ഇന്ത്യയിൽ നടന്ന ആ ഒരു ഇലക്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അതായത് അതിനുശേഷം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി 2022 സംഭവിച്ചു. ഇന്ത്യൻ ഗവൺമെൻറ് 5,000 കോടിയിലും അധികം രൂപയാണ് ചെലവാക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 5 വർഷത്തിൽ ഒറ്റൊരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എല്ലാം കട്ട് ഓഫ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിനും ഇലക്ഷൻ കമ്മീഷണറിനും കോടാനുകോടി രൂപ ലാഭം എത്തും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇലക്ഷൻ അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള കളക്ടർ ആയിക്കോട്ടെ അതുപോലെ തന്നെ സബ് കളക്ടർ അങ്ങനെ എല്ലാവരും തന്നെ ഈ ഇലക്ഷൻ പ്രോസസ്സിലോട്ട് വർക്ക് ചെയ്യണം. അതായത് അവർക്ക് എന്തെല്ലാം ഓഫീസ് ഡ്യൂട്ടി ഉണ്ടോ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഇലക്ഷൻ പോളിംഗ് ബൂത്ത് സെറ്റാക്കുക, അതുപോലെ തന്നെ ആൾക്കാരെ ഡ്യൂട്ടി ചെയ്യുക, ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ചുറ്റുമുള്ള സേഫ്റ്റി എൻഷുർ ചെയ്യുക, ഇങ്ങനെ എല്ലാ വിധത്തിലും IAS-ഉം IPS-ഉം അതുപോലെ തന്നെ IFS ഓഫീസേഴ്സിനെല്ലാം ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വലിച്ചിടേണ്ടതായിട്ട് വരും. ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ സെക്യൂരിറ്റിക്ക് തന്നെ വലിയൊരു പ്രശ്നമാണ്. അതായത് അടിക്കടി ഇലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഈ ഒരു പ്രോജക്റ്റിലോട്ട് അതായത് ഇവരെല്ലാം തന്നെ ഇലക്ഷൻ വർക്കിലോട്ട് വിളിക്കുന്നു. അവരുടെ മറ്റ് പ്രോജക്റ്റും അതുപോലെ തന്നെ
മറ്റ് അസൈൻമെന്റ് എല്ലാം തന്നെ അവിടെ പെൻഡിങ് ആണ്. അപ്പോൾ ഇതും അതായത് ടൈമും ലാഭമാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി ഡെഫിനറ്റ്ലി അതായത് എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും അതിന്റെ പിന്നിലും കുറേയധികം ദോഷങ്ങളുണ്ടാവും. അതായത് ഇത്രയും പാർട്ടികൾ എതിർക്കുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലും കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളെല്ലാം പറയുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ PM ഈ ഒരു കാര്യം എടുത്തു പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ. ഉദാഹരണത്തിന് മണിപ്പൂർ ഇഷ്യൂ. അപ്പോൾ മണിപ്പൂർ ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഇൻഡോ ചൈന വാർ ഇതിനെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും വീഡിയോ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ അദാനി സ്കാം, അൺഎംപ്ലോയ്മെൻറ്റ്, ഇങ്ങനെ പല കാര്യങ്ങളും ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സ്കീം കൊണ്ടുവരുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടികളെല്ലാം തന്നെ ഇവിടെ എടുത്തു പറയുന്നത്. രണ്ടാമത്തെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വോട്ടേഴ്സിന് തന്നെ വലിയൊരു കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റിലായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ CPIയും അതുപോലെ തന്നെ കോൺഗ്രസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കോൺഗ്രസും ഉണ്ടാവും BJPയും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നടക്കുമ്പോൾ വോട്ടേഴ്സിന് കൺഫ്യൂഷൻ ആവും. അപ്പോൾ മേലെ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ താഴെ വോട്ട് ചെയ്യും. ഇതുകൊണ്ട് തന്നെ എന്താണ് റൂളിംഗ് പാർട്ടിക്ക് കൂടുതലായി ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടാവും. ഒന്നിൽ നിങ്ങൾ BJP നീക്കിയിട്ട് അടുത്തതിൽ നമ്മൾ മാക്സിമം BJP തന്നെയാണ് ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ പോവുക. അതുപോലെ തന്നെ അതിൽ വളരെ റെയർ ആയിട്ടുള്ള പെർസെൻറ്റേജോ മറ്റ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അതായത് ഗ്യാസ് സിലിണ്ടറിൻ്റെ പ്രൈസ് ഏകദേശം 200 രൂപ കുറച്ചു. അതുപോലെ തന്നെ കർണാടക ഇലക്ഷൻ വരുന്ന സമയത്തും കുറച്ച് പൈസ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഓരോ 5 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ഇലക്ഷൻ വരികയാണെങ്കിൽ 4.5 വർഷത്തോളം ഇവർക്ക് തോന്നിയ പോലെ ചെയ്യും. അതായത് ഗ്യാസിൻ്റെ പ്രൈസ് വേണമെങ്കിൽ കൂട്ടും കുറയ്ക്കും അങ്ങനെയെല്ലാം ചെയ്യും. അതിനുശേഷം 4.5 വർഷമാകുമ്പോൾ ഇവർ ആൾക്കാരെ ഒന്ന് സോപ്പിടാനോ അല്ലെങ്കിൽ ആൾക്കാരെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ആ സമയത്ത് ഇങ്ങനെ വേണ്ടാത്ത വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് അതായത് ഗ്യാസിൻ്റെ പ്രൈസ് എല്ലാം കുറച്ച് വോട്ട് ശേഖരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കറപ്ഷൻ ഇന്ത്യയിൽ കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടെ ഇലക്ഷൻസ് വെക്കുകയാണെങ്കിൽ ആൾക്കാർ അതായത് അവരുടെ വോട്ടും വേണമല്ലോ എന്ന് കരുതിയിട്ട് ഇവർ കറപ്ഷനും കുറച്ച് അതുപോലെ തന്നെ പ്രൈസ് എല്ലാം തന്നെ സ്റ്റേബിളായി ഫിക്സ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പ്രധാന ചോദ്യം അതായത് ഇത്രയും ദോഷങ്ങളും ഗുണങ്ങളുമുള്ള ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ BJP ഗവൺമെന്റിനെ കൊണ്ട് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇപ്പോൾ മെയിനായിട്ടും 5 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രശ്നങ്ങളാണ് വരാൻ കാത്തിരിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 83, 85, 172, 175, ആർട്ടിക്കിൾ 356 എന്ന് പറയുന്ന ഈ 5 ആർട്ടിക്കിളും ഇവർ അമെൻമെന്റ് ചെയ്യണം. അതായത് തിരുത്തി എഴുതിയാൽ മാത്രമോ ഇത് ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതായത് ഈ 5 ആർട്ടിക്കിളും തിരുത്തി എഴുതണം. അതുകൂടാതെ ഇതിൽ കുറേയധികം പ്രശ്നങ്ങളും കാത്തിരിക്കുന്നു. അതായത് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടക്കുന്നു 2024. അതായത് എല്ലാ പാർട്ടിയും സമ്മതിച്ച് ഒരു ഇലക്ഷൻ നടക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ അടുത്ത 5 വർഷത്തിൻ്റെ ഉള്ളിൽ അതായത് 1 വർഷം കഴിയുമ്പോൾ തന്നെ നോ കോൺഫിഡൻസ് മോഷൻ പാർലമെന്റിൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇതിൽ BJP ഗവൺമെന്റ് തോക്കുകയാണെങ്കിൽ അപ്പോൾ ഇലക്ഷൻ വീണ്ടും കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അതായത് ഇന്ത്യയിലെ എല്ലാ യൂണിയൻ ടെറിട്ടറീസും അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റും കണ്ടക്ട് ചെയ്യണം. അതായത് സ്റ്റേറ്റിലൊന്നും ഒരു പ്രശ്നമുണ്ടാവില്ല, പക്ഷേ സെൻട്രലായിരിക്കും പ്രശ്നം. അപ്പോൾ അതെല്ലാം തന്നെ കണ്ടക്ട് ചെയ്യണം. അതല്ലാണ്ട് പാർലമെന്റിലൊന്നും ഒരു പ്രശ്നവുമില്ല, എല്ലാം സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അടുത്ത 1 വർഷം കഴിയുമ്പോൾ തന്നെ ഇവരുമായിട്ട് യോജിക്കുന്നില്ല. അപ്പോൾ കുറേയധികം പ്രശ്നങ്ങളും കറപ്ഷൻസ് എല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഈ പാർട്ടീനെ ഗവർണർ പറയുന്നു. അതായത് ഈ ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ പോവുക എന്ന് ഗവൺമെന്റിനെ അനൗൺസ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താവും, അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും MPസും MLA ഇലക്ഷൻസും ആ ഒരു സമയത്ത് നടക്കണം. അപ്പോൾ എന്താവും, ചിലവ് കൂടുകയോ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ ഗവർണർ ഇങ്ങനെ പിരിച്ചുവിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ രാജിവെക്കുന്ന ആ ഒരു സമയത്ത് എല്ലാ ഇലക്ഷൻസും നടത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇവിടെ പ്രസിഡന്റ് ഭരണമാവും. അതായത് കേരളത്തിനെ മൊത്തം രാഷ്ട്രപതി ഭരിക്കാൻ തുടങ്ങും. അപ്പോൾ അടുത്ത 4 വർഷം ഇവിടെ ഡെമോക്രസി എന്താവും, അതായത് രാഷ്ട്രപതി ആയിരിക്കും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൂടെ പറഞ്ഞിട്ടാണ് അവർ എതിർക്കുന്നത്. അപ്പോൾ നോ കോൺഫിഡൻസ് മോഷനിൽ ആരെയും ഡിഫീറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് വാജ്പേയി ആയിക്കോട്ടെ മൊറാർജി ദേശായിൻ്റെ സർക്കാർ ആയിക്കോട്ടെ ഇവരെല്ലാം ഡിഫീറ്റായി ആ സമയത്ത് വീണ്ടും ഇലക്ഷൻ ഇവർ നേരിട്ടതാണ്. അതേപോലത്തെ ഒരു സംഭവം വരികയാണെങ്കിൽ അപ്പോൾ ഈ ഒരു പൈസ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ ഒരു പദ്ധതി ഡബിൾ ഇരട്ടി പൈസ ചെലവാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നമെല്ലാം കണക്കിലാക്കിയിട്ട് ഇത് വരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ അഭിപ്രായം സെപ്പറേറ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. അടുത്ത ഏത് ടോപ്പിക്ക് വേണം സംസാരിക്കുന്ന ഉള്ള കാര്യങ്ങളും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.